എവിടെ പോകണമെന്ന പ്ലാൻ ഇല്ലാതെ ലക്നൌവിലെത്തി. ഷിയാക്കളുടെ ഇമാംബാറയിൽ പോയപ്പോൾ പുളിയുടെ ഉൾഭാഗം ചുവപ്പ്. കഴിച്ച ഭക്ഷണം കിടപ്പിലാക്കിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. ലക്നൌവിൽ ബസ് ഇറങ്ങി. ഇവിടെ എവിടെയെല്ലാം കാണണമെന്ന് പ്ലാൻ ആയിട്ടില്ല. ഒരു ചായ കുടിച്ചാൽ തീരുമാനമാവുന്നതേയുള്ളൂ. ഒരു ചായ കുടിച്ചു. സമയം 8:10. ഒരു ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തു. നഗരം തിരക്കായി വരുന്നതേയുള്ളൂ. ലക്നൌ മെട്രോ ആണ് മുകളിലൂടെ പോകുന്നത്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണ് ലക്നൌ. ബഡാ ഇമാംബാറയുടെ അടുത്തേക്ക് ലക്ഷ്യമാക്കിയാണ് യാത്ര. ഇമാംബാറയുടെ അടുത്തെത്തി. ഒരു ടോട്ടോ പിടിച്ചു. ഇമാംബാറയുടെ അകത്തെ കാഴ്ചകൾ കാണുന്നതിന് മുന്നേ ചുറ്റുമുള്ള ചില കാഴ്ചകൾ കാണാമെന്ന് കരുതി. ഇതാണ് റൂമി ദർവാസ. തുർക്കിഷ് ഗേറ്റ് എന്നും പേരുണ്ട്. മൈന്റനൻസ് വർക്ക് നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ അതിലേക്ക് പ്രവേശനമില്ല. തൊട്ടപ്പുറത്താണ് ഹുസൈനാബാദ് ക്ലോക്ക് ടവർ. ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന ജോർജ് കൂപ്പറിന്റെ ആഗമനത്തെ അടയാളപ്പെടുത്താൻ നവാബ് നസീറുദ്ദീൻ ഹൈദർ നിർമ്മിച്ചതാണ് ഇത്. കുറച്ചപ്പുറത്തായി വലിയൊരു കുളവും കാണാം. തിരിച്ച് ഇമാംബാറയുടെ അടുത്ത് വന്നു. ടാക്സി വിളിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ തരും. ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ക്ലോക്ക് റൂമിൽ ബാഗ് കൊടുത്ത് അകത്ത് കയറി. 5 രൂപയാണ് ക്ലോക്ക് റൂമിലെ ചാർജ്. ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക്. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അകത്ത് വലിയ ഹാൾ കാണാം. ഒരു ഗൈഡിന്റെ സഹായമില്ലാതെ ഇത് ചുറ്റിക്കറങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇരുട്ടുള്ള ചെറിയ വഴികളിലൂടെ പല ഭാഗങ്ങളിലേക്കായി തിരിഞ്ഞൊക്കെയാണ് മുന്നോട്ട് പോവേണ്ടത്. ഈ കിണറ്റിലെ വെള്ളത്തിൽ നോക്കിയാൽ കവാടത്തിലൂടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കാണാം. സൈനികർ ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഇതിനകത്ത് പല വഴികളും അടച്ചിട്ടിരിക്കുകയാണ്. അവധിന്റെ നവാബായിരുന്ന അസഫുദ്ദീൻ ദൗല 1789 ബഡാ ഇമാംബാറ നിർമ്മിക്കുന്നത്. ഷിയ വിഭാഗമാണ് ഇമാംബാറ നിർമ്മിക്കാറുള്ളത്. ഈ കോമ്പൗണ്ടിൽ തന്നെ വലിയൊരു പള്ളിയുമുണ്ട്. കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങി. ഒരു കരിമ്പ് ജ്യൂസും കട്ട് ഫ്രൂട്ട്സും ആക്കി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബഡാ ഇമാംബാറയുടെ അടുത്ത് തന്നെയാണ് ഛോട്ടാ ഇമാംബാറ. ഷിയ വിഭാഗത്തിന്റെ പ്രാർത്ഥനകളും മറ്റുമാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ പതാകയും മറ്റു ബോർഡുകളുമെല്ലാം കാണാം. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടതാണ് പുളിയും പുളി കൊണ്ടുണ്ടാക്കിയ മറ്റെന്തോ വിൽക്കാൻ വെച്ചിരിക്കുന്നു. പുളിയുടെ ഉള്ളിൽ ചുവപ്പും വെള്ളയുമാണ് കളർ. ഉച്ചഭക്ഷണത്തിനായി ഒരു കടയിൽ കയറി. ഒരുപാട് വിഭവങ്ങൾ കാണാം. ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ ഒരു വിഭവം ഓർഡർ ചെയ്തു. പിന്നെ പൂരിയും. ഉച്ചക്ക് 1 മണിയായി. ഭക്ഷണം കഴിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത അസ്വസ്ഥത. ഭക്ഷണം പണി പറ്റിച്ചു എന്ന് തോന്നുന്നു. പെട്ടെന്നൊരു റൂം എടുത്തു. ഒരുപാട് നേരത്തെ വിശ്രമത്തിന് ശേഷം വൈകുന്നേരം പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. പല സ്ഥലങ്ങളിൽ നിന്നും പട്ടം പറത്തുന്നു. കുട്ടികളാണെന്ന് കരുതി ചെന്ന് നോക്കുമ്പോഴാണ് അത്ഭുതപ്പെട്ടത്. വലിയവർ തന്നെ. ഇതിനിവിടെ പ്രായമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. ചൂണ്ടയിടുന്നത് ഹരമായിട്ടുള്ളവരുണ്ട്. അതിൽ മീൻ കിട്ടുമെന്നെങ്കിലും പ്രതീക്ഷിക്കാം. ഇതിലെന്താവുമെന്ന് ഞാൻ ഓർത്തു. രാത്രി 7:51 റൂമിൽ നിന്നും ഇറങ്ങി. ഈ സമയത്തിനുള്ളിൽ എത്ര തവണ വൊമിറ്റിംഗ് ഉണ്ടായി എന്നതിന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഭക്ഷണം കൊണ്ട് സാധാരണ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പക്ഷെ ഇന്ന് എന്തോ പറ്റി. ഒരു ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തു. ഇവിടുന്ന് ഇനി ബീഹാറിന്റെ തലസ്ഥാനത്തേക്കാണ് യാത്ര പോകുന്നത്. ബസ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈക്ക് വന്നിറങ്ങി. പോകാനുള്ള ബസ് എത്തി. യാത്ര തുടങ്ങി. ഇനി നാളെ രാവിലെ പാട്നയിലെത്തും. ബാക്കി പാട്നയിലെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. ഒരു മിനിറ്റ്. ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ.